നമ്മൾ ലാസ്റ്റ് ടൈം 17.56 വേർഷനിലാണ് ടാറ്റ പഞ്ച് അപ്ഗ്രേഡ് ചെയ്തത്. അപ്പോൾ ഇപ്പം പുതിയൊരു വേർഷൻ ഇറങ്ങിയിട്ടുണ്ട് 17.61. സോ നമുക്കത് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്നതെന്ന് നോക്കാം. യൂഷ്വലി ദ സെയിം, നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ്. ആദ്യം കീ ഇടുക, ഇഗ്നിഷൻ ഓൺ ആക്കുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക. സാധനം സ്റ്റാർട്ടപ്പ് ആവണം, നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സ്റ്റാർട്ടപ്പ് ആവണം. സ്റ്റാർട്ടപ്പ് ആയതിന് ശേഷം കീ തിരിച്ച് ഓഫ് ചെയ്യണം. ഇഗ്നിഷനിൽ നിന്ന് പുറത്തെടുക്കരുത്, കീ പുറത്തെടുക്കരുത്, ഓഫ് ചെയ്യണം. എന്നിട്ട് എന്തെങ്കിലും സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഡോറിൽ ലോക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ഇപ്പോൾ ഈ കിടക്കുന്ന വേർഷൻ സെറ്റിങ്സിൽ പോയിട്ട് സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ 17.56. അപ്പോൾ നമ്മളിത് അപ്ഗ്രേഡ് ചെയ്യാൻ പോകണം. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ നമ്മൾ പെൻഡ്രൈവിനകത്ത് ഫയൽ നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട്. ആ ഫയലിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ കമൻസിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പം പെൻഡ്രൈവ് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ USB ഇൻസേർട്ടിൻ്റെ രീതി കാണിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം മ്യൂട്ട് ചെയ്യുക എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ. എന്നിട്ട് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് 17 എൻ്റെ കയ്യിൽ 2 പഴയ ഫയലും പുതിയ ഫയലും കിടപ്പുണ്ട്. അപ്പോൾ 17.56 ആയിരുന്നു നമ്മുടെ പഴയ ഫയൽ. 17.61 നമ്മൾ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അപ്പം 17.61 നമ്മൾ ഞെക്കുക. ഉണ്ടോ, ഡു യു വാണ്ട് ടു സ്റ്റാർട്ട് ദ റീഫ്ലാഷ് നൗ? അതിൽ യെസ് കൊടുക്കുക. അപ്പോൾ ഒതൻറ്റിക്കേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 2 to 5 minutes എടുക്കും ഇത് ഫുള്ള് കംപ്ലീറ്റ് ആകാൻ വേണ്ടി. അതുവരെ നമ്മൾ ഡോറ് തുറന്ന് പുറത്തിറങ്ങാനോ കീ വലിച്ചൂരാനോ എന്തെങ്കിലും ഓഫ് ചെയ്യാനോ ഓൺ ആവാനോ വേറെ ഓപ്പറേഷൻസ് ഒന്നും ചെയ്യാൻ പാടില്ല. സിസ്റ്റം തിരിച്ചു കയറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് വേർഷൻ നോക്കാം അപ്ഡേറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ. സെറ്റിങ്സ്, സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസ്, 24 April 17 ഇറങ്ങിയ സോഫ്റ്റ്വെയറാണിത് 17.61. ബ്ലൂടൂത്ത് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഡിവൈസുകാർ കണക്ട് ചെയ്തിട്ടുണ്ട്. USB തിരിച്ച് ഡിറ്റക്ട് ചെയ്തു. റേഡിയോ വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു ഫോളോ അപ്പ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. Okay, thank you.